1980 ഈ സംഭവം നടന്നത്. അന്ന് എനിക്ക് 24 വയസ്സായിരുന്നു. എൻ്റെ പേര് അബ്ദുൽ സലാം. മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ വീട്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ തെരുവ് വിളക്കുകളോ രാത്രിയിലും തിരക്കുള്ള റോഡുകളോ അന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ കടകൾ അടയ്ക്കാൻ തുടങ്ങും. 8 മണിയാകുമ്പോഴേക്കും റോഡിലൂടെ പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. യാത്രയ്ക്കായി മിക്ക വീടുകളിലും ഉണ്ടായിരുന്നത് ഒരു സൈക്കിളായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഹമീദ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അന്നൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടെ നേരിട്ട് വീട്ടിൽ പോയി കാണുന്നതായിരുന്നു പതിവ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങളിൽ ഒരാൾ മറ്റേയാളുടെ വീട്ടിൽ പോകും. അങ്ങനെ നാട്ടിലെ വിശേഷങ്ങളും കൃഷിക്കാര്യങ്ങളും കുടുംബവിശേഷങ്ങളുമൊക്കെ പറഞ്ഞിരുന്നാൽ സമയം പോകുന്നതറിയില്ല. ആ ദിവസം ഉച്ചയ്ക്ക് വയലിലെ ജോലി നേരത്തെ കഴിഞ്ഞു. വീട്ടിലെത്തി കുളിച്ച ശേഷം വെറുതെ വീട്ടിലിരിക്കാതെ ഹമീദിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി. വൈകുന്നേരം 4 മണിയോടെയാണ് സൈക്കിൾ എടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അന്നൊക്കെ സൈക്കിളിൽ 5 കിലോമീറ്റർ യാത്ര എന്നത് വലിയ കാര്യമൊന്നുമായിരുന്നില്ല. ഹമീദിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ മുറ്റത്തിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. കുറച്ചു നേരം മുറ്റത്തിരുന്ന് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. നാട്ടിൽ നടന്ന കാര്യങ്ങൾ, വയലിലെ പണികൾ, മഴ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട്, ഗൾഫിലേക്ക് പോയ നാട്ടുകാരെക്കുറിച്ചുള്ള വാർത്തകൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ്റെ ഉമ്മ ചൂട് ചായയും പലഹാരവും കൊണ്ടുവന്നു. അത് കഴിച്ചുകൊണ്ടും സംസാരം തുടർന്നു. അങ്ങനെ സംസാരിച്ചിരിക്കെ സമയം പോയത് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല. ഇരുട്ട് നന്നായി വീണ ശേഷമാണ് സമയം നോക്കിയത്. രാത്രി 9 മണിയോടടുത്തിരുന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ വയലിൽ പോകേണ്ടതുണ്ടായിരുന്നതിനാൽ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഹമീദ് കുറച്ചുകൂടി ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വൈകിക്കാതെ യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിലെത്താൻ 2 വഴികളുണ്ടായിരുന്നു. ഒന്ന് പ്രധാന റോഡ്, കുറച്ച് ദൂരം കൂടുതലാണ്. മറ്റൊന്ന് പനകൾ നിറഞ്ഞ വലിയ പറമ്പിലൂടെ പോകുന്ന വഴിയായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ ഉപയോഗിച്ചിരുന്നത് അതുവഴി ആയതുകൊണ്ടും അന്ന് അതിലൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. സൈക്കിളിൻ്റെ ഡൈനാമോയിൽ മങ്ങിയ വെളിച്ചം മാത്രമാണ് നൽകിയത്. ചന്ദ്രപ്രകാശം ഉണ്ടായിരുന്നെങ്കിലും പനകളുടെ നിഴൽ കാരണം വഴി പല ഭാഗങ്ങളിലും ഇരുണ്ട് കിടക്കുകയായിരുന്നു. കാറ്റ് നല്ല ശക്തിയിൽ വീശുന്നുണ്ടായിരുന്നു. പനയോലകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ആ വഴിയിൽ മറ്റൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. പനത്തോട്ടത്തിൻ്റെ ഏകദേശം നടുഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് മുകളിലൂടെ എന്തോ വളരെ ഭാരമുള്ളത് പനയോലകളെ ശക്തിയായി ഇളക്കിയതുപോലൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട നിമിഷം ഞാൻ അറിയാതെ സൈക്കിളിൻ്റെ ബ്രേക്ക് പിടിച്ചു. സൈക്കിൾ നിർത്തി പതിയെ തല ഉയർത്തി പനയുടെ മുകളിലേക്ക് നോക്കി. ആദ്യ നോട്ടത്തിൽ ഒന്നും വ്യക്തമായി കണ്ടില്ല. കാറ്റ് ശക്തമായി വീശുന്നത് കൊണ്ട് പനയോലകൾ എല്ലാം ഇളകിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ വലിയൊരു പക്ഷിയോ കുരങ്ങോ ആയിരിക്കുമോ എന്നാണ് ആദ്യം മനസ്സിൽ വന്നത്. പക്ഷേ കണ്ണവിടെ തന്നെ നിർത്തിയപ്പോൾ ഓലകൾക്കിടയിൽ ഒരു കറുത്ത രൂപം പതിയെ വ്യക്തമായി. അത് കണ്ട നിമിഷം എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. അതൊരു സാധാരണ മൃഗം ഇരിക്കുന്നത് പോലെ ആയിരുന്നില്ല. മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു രൂപം. അതേസമയം ഒരു വലിയ മൃഗം പനയുടെ മുകളിൽ ചുരുണ്ടിരിക്കുകയാണോ എന്നും തോന്നും. എത്ര നോക്കിയിട്ടും അതെന്താണെന്ന് മാത്രം മനസ്സിലായില്ല. ഞാൻ കണ്ണൊന്നുകൂടി തുറന്ന് സൂക്ഷിച്ചു നോക്കി. കാറ്റിൽ എല്ലാ ഓലകളും ഇളകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രൂപം മാത്രം അവയോടൊപ്പം ഇളകുന്നില്ല. പനയുടെ മുകളിലെ ഭാഗത്ത് എന്തോ ഉറച്ചു പിടിച്ച് ഇരിക്കുന്നത് പോലെ തോന്നി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പല ചിന്തകളും വന്നു. ഇത്രയും ഉയരമുള്ള പനയുടെ മുകളിൽ ഒരു മനുഷ്യൻ എങ്ങനെ കയറും? കള്ളനാണെങ്കിൽ ഇവിടെ എന്തിനിരിക്കും? വലിയൊരു കുരങ്ങനാണെങ്കിൽ ഇത്ര നേരം അനങ്ങാതെ ഇരിക്കുമോ? ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയില്ല. ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയില്ല. ഒരു കൈ ഹാൻഡിലിലും മറ്റേ കൈ ബ്രേക്കിലും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അറിയാതെ എൻ്റെ ശ്വാസം പോലും പതിയെയായിരുന്നു. ആ നിശബ്ദതയിൽ എൻ്റെ നെഞ്ചിടിപ്പ് വരെ എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആ രൂപം വളരെ പതിയെ ചലിച്ചു. ആദ്യം ഒരു കൈ പോലുള്ള ഭാഗം നീങ്ങിയതുപോലെ തോന്നി. പിന്നെ തല താഴ്ത്തി എന്നെ നോക്കുന്നത് പോലൊരു തോന്നൽ. വെളിച്ചം കുറവായതുകൊണ്ട് മുഖം വ്യക്തമായില്ല. പക്ഷേ അതിൻ്റെ ശ്രദ്ധ എൻ്റെ മേലാണെന്ന തോന്നൽ വന്ന നിമിഷം എൻ്റെ കൈകാലുകൾ തളർന്നു. ഞാനും ഒന്നും ആലോചിച്ചില്ല.
ഉടനെ സൈക്കിളിൽ കയറി ശക്തിയായി പെഡൽ ചവിട്ടാൻ തുടങ്ങി. ഏകദേശം 50 മീറ്ററോളം പോയപ്പോൾ വീണ്ടും അതേ ശബ്ദം. ഇത്തവണ അത് ഞാൻ ആദ്യം കണ്ട പനയിൽ നിന്നല്ല, എൻ്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു പനയുടെ മുകളിൽ നിന്നായിരുന്നു. ആ ശബ്ദം കേട്ടതോടെ ഞാൻ വീണ്ടും ബ്രേക്ക് പിടിച്ചു. ഹൃദയമിടിക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ധൈര്യം കൂട്ടി വീണ്ടും മുകളിലേക്ക് നോക്കി. ആ പനയുടെ മുകളിലും അതേ കറുത്ത രൂപം. അത് അതേ രൂപമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് പറയാൻ ഇന്നും എനിക്ക് കഴിയില്ല. ആ നിമിഷം എനിക്കിനി അവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ ധൈര്യമുണ്ടായില്ല. സൈക്കിളിൻ്റെ ഹാൻഡിലിൽ മുറുകെ പിടിച്ച് കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ പെഡൽ ചവിട്ടാൻ തുടങ്ങി. ഭയം കാരണം കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എത്ര വേഗത്തിൽ ചവിട്ടുന്നെന്ന് പോലും എനിക്കറിയില്ല. ഒരു കാര്യം മാത്രമായിരുന്നു മനസ്സിൽ, എങ്ങനെയെങ്കിലും ആ പനത്തോട്ടം കഴിഞ്ഞാൽ മതി. കുറച്ചു ദൂരം പോയപ്പോൾ പിന്നിൽ നിന്ന് വീണ്ടും പനയോലകൾ ശക്തമായി ഇളകുന്ന ശബ്ദം കേട്ടു. അത് കാറ്റിൻ്റെ സാധാരണ ശബ്ദമല്ലായിരുന്നു. വലിയ എന്തോ ഒന്ന് ഓരോ പനയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നത് പോലുള്ള ശബ്ദം. ഒരു നിമിഷം പോലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ പനത്തോട്ടം അവസാനിക്കുന്ന ഭാഗത്തെ തുറന്ന റോഡിലെത്തി. അപ്പോഴാണ് എൻ്റെ ശ്വാസം കുറച്ചെങ്കിലും നേരെയായത്. സൈക്കിൾ നിർത്താതെ നേരെ വീട്ടിലെത്തുന്നത് വരെ ഞാൻ പിന്നിലേക്ക് നോക്കിയില്ല. വീട്ടിലെത്തുമ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. സൈക്കിൾ മുറ്റത്ത് വച്ചപ്പോൾ പോലും എൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. വീട്ടുകാർ വൈകിയതിൻ്റെ കാരണം ചോദിച്ചു. പക്ഷേ ഞാൻ വഴിയിൽ സൈക്കിളിൻ്റെ ചെയിൻ തെറിച്ചു പോയെന്നും അത് ശരിയാക്കാൻ സമയം പോയെന്നുമാണ് പറഞ്ഞത്. ഞാൻ കണ്ട കാര്യം അപ്പോൾ പറയാൻ തോന്നിയില്ല. കാരണം അത്ര വിചിത്രമായ ഒരു സംഭവം ആരും എളുപ്പത്തിൽ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ രാത്രി കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. കണ്ണടച്ചാൽ പനയുടെ മുകളിൽ കണ്ട ആ രൂപം മാത്രമാണ് മനസ്സിലേക്ക് വന്നത്. പ്രത്യേകിച്ച് രണ്ടാമത്തെ പനയുടെ മുകളിലും അതേ രൂപം കണ്ട നിമിഷം വീണ്ടും വീണ്ടും ഓർമ്മയായി. അത് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ അവിടെ എത്തിയതെന്ന ചോദ്യമാണ് എന്നെ കൂടുതൽ അലട്ടിയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മനസ്സിൽ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ശരിക്കും ഉണ്ടായിരുന്നോ, അതോ ഭയം കാരണം എനിക്ക് തോന്നിയതാണോ? ആ സംശയം മാറാൻ അന്നുച്ചയോടെ ഞാൻ വീണ്ടും ആ പനത്തോട്ടത്തിലേക്ക് പോയി. പകൽ വെളിച്ചത്തിൽ എല്ലാം സാധാരണ പോലെ തന്നെ തോന്നി. ഞാൻ സൈക്കിൾ നിർത്തിയ സ്ഥലത്ത് നിന്ന് അതേ പനയിലേക്ക് നോക്കി. പനയുടെ മുകളിൽ ആരെങ്കിലും കയറിയതിൻ്റെ അടയാളമോ ഒടിഞ്ഞ ഓലകളോ മറ്റെന്തെങ്കിലും അസാധാരണമായ കാര്യമോ ഒന്നും കാണാനായില്ല. ആ സംഭവത്തിനു ശേഷം എൻ്റെ ജീവിതം സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോയി. ജോലി, കുടുംബം, ഉത്തരവാദിത്തങ്ങൾ എല്ലാം പഴയതുപോലെ. പക്ഷേ ഒരു മാറ്റം മാത്രം എനിക്ക് തന്നെ മനസ്സിലായി. രാത്രിയിൽ എവിടെയെങ്കിലും സൈക്കിളിൽ പോകേണ്ടി വന്നാൽ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ മരങ്ങളുടെ മുകളിലേക്കാണ് ആദ്യം പോകാറ്. പ്രത്യേകിച്ച് പനകൾ കണ്ടാൽ ആ രാത്രിയുടെ ഓർമ്മ മനസ്സിലേക്ക് വരും. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ പലരോടും ആ സംഭവം പറയണമെന്ന് പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും ഞാൻ തന്നെ അതിൽ നിന്ന് പിന്മാറി. കാരണം ഞാൻ പറഞ്ഞാൽ ചിലർ അത് ഭയന്ന് തോന്നിയ കാഴ്ചയാണെന്ന് പറയും, ചിലർ വലിയൊരു കുരങ്ങായിരിക്കുമെന്ന് പറയും, വേറെ ചിലർ അതിന് ഓരോ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. എന്നാൽ ആ രാത്രിയിൽ ആ സ്ഥലത്ത് നിന്നത് ഞാനായിരുന്നു. ഞാൻ കേട്ട ശബ്ദവും ഞാൻ കണ്ട കാഴ്ചയും ഇന്നും അതേ വ്യക്തതയോടെ എൻ്റെ മനസ്സിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.